എല്ലാവർക്കും നമസ്കാരം. ശബരിമല ശ്രീ അയ്യപ്പൻ കലിയുഗത്തിലുണ്ടാകുന്ന അധർമ്മങ്ങളെ നശിപ്പിച്ച് ലോകത്തിൽ നന്മയും രക്ഷയും നൽകുന്നതിനു വേണ്ടി അവതാരം സ്വീകരിച്ച കലിയുഗ വരദനാണ് ശ്രീ ധർമ്മശാസ്താവ്. ധർമ്മശാസ്താവിൻ്റെ സാന്നിധ്യ വൈശിഷ്ട്യം ഒന്നുകൊണ്ട് മാത്രമാണ് ശബരിമലയെ ഇത്രമാത്രം സുപ്രസിദ്ധമാക്കി തീർത്തിരിക്കുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം, ആ ദിവ്യമന്ത്രം സംസാര ദുഃഖശമനത്തിന് ഉത്തമമാണ്. അറിഞ്ഞ് സേവിക്കുന്നവർക്ക് ആനന്ദാമൃതദായിയാണ്. പാപങ്ങൾ അകറ്റുകയും ചെയ്യുന്നു. 18 മലകളുടെ നടുക്കുള്ള ശബരിമലയിലാണ് ക്ഷേത്രം. ഭട്ടബന്ധം പൂണ്ട് ചിന്മുദ്രയോടൊത്ത് സകല ലോകങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവ് വിജയിച്ചരുളുന്നു. ശ്രീ ചിത്തിര തിരുനാൾ തമ്പുരാൻ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയതിനു ശേഷം ശബരിമലയിൽ പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജാതിമത വർണ്ണഭേദങ്ങളില്ലാതെ എല്ലാവർക്കും ദർശനം നടത്താവുന്ന ക്ഷേത്രമാണിത്. സത്യസ്വരൂപവും ആ മഹാശക്തി തന്നെയാണ്. ബ്രഹ്മാണ്ടം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ആ താരക ബ്രഹ്മം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായി സഗുണാവസ്ഥയെ പ്രാപിച്ചു. ധർമ്മരക്ഷാവിചക്ഷണതയോടുകൂടി ത്രിമൂർത്തികൾ സഗുണാവസ്ഥയെ പ്രാപിച്ചതിൽ നിന്ന് ഒരു മഹാശക്തി ഉത്ഭൂതമായി. ആ ശക്തിക്ക് ദത്തൻ എന്ന് നാമകരണം ചെയ്തു. അപ്പോൾ യോഗമായാശക്തികളായ ദേവിമാരും ഏകോപിച്ച് ഗാവലൻ എന്ന മഹർഷിയുടെ പുത്രിയായി അവതരിച്ചു. അവൾ ലീല എന്ന പേരിൽ അറിയപ്പെട്ടു. ദത്തനും ലീലയും ഭാര്യാഭർത്താക്കന്മാരായി കാരണത്തെ തോൽപ്പിച്ചുകൊണ്ട് കളിയാടി. യൗവനം മായാത്ത അപ്സരസുകൾക്കൊപ്പം അവൾ മതിച്ചു. ഇങ്ങനെ കാലം പോയതറിയാതെ ലീല ദത്തനോടുകൂടി കുറെ കാലം കഴിച്ചുകൂട്ടി. ക്രമേണ ദത്തന് ലൗകിക ജീവിതത്തോട് വിരക്തി തോന്നി തുടങ്ങി. അയാൾ തപസ്സനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ലീല പലവിധത്തിൽ ദത്തനെ തടയാൻ നോക്കി. ദത്തന്റെ സാരോപദേശങ്ങളൊന്നും ലീല കേട്ടില്ല. ലീലയുടെ ഭോഗാസക്തിയെ ഉപേക്ഷിക്കാനും ശാശ്വതമായ സുഖത്തിന് വിരോധിയായ തൃഷ്ണയെ ജയിക്കാനും അധർമ്മത്തിൽ ചെന്ന് ചാടാതെ ആത്മബോധം ഉണ്ടാക്കുന്ന വഴി തേടാനും ദത്തൻ ഉപദേശിച്ചു. ഞാൻ പോകട്ടെ എന്ന് ദത്തൻ പറഞ്ഞു. എന്നാൽ ലീല പറഞ്ഞു, ഞാൻ അങ്ങയുടെ മഹിഷിയാകുന്നു. എന്നെ അവിടുന്ന് കൈവിടിഞ്ഞു പോകരുത്. എൻ്റെ കൂടെ സുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കണം. കോപിഷ്ഠനായ ദത്തൻ ലീലയെ ശപിച്ചു. എൻ്റെ മുൻപിൽ നിന്ന് മഹിഷി മഹിഷി എന്ന് പ്രലപിച്ചുകൊണ്ട് എന്നെ തടഞ്ഞതുകൊണ്ട് നീ മഹിഷി രൂപത്തോടുകൂടി അസുരവംശത്തിൽ വന്ന് പിറക്കട്ടെ എന്ന് ശപിച്ചു. കോപതാപങ്ങളാൽ കലുഷിതയായ ലീല അവളെ തന്നെ മറന്ന് ദത്തനെയും ശപിച്ചു. ഞാൻ മഹിഷിയായി ജനിക്കുമ്പോൾ അവിടുന്ന് ഒരു മഹിഷമായി ജനിച്ച് എന്നോടുകൂടി രമിക്കാൻ ഇടവരട്ടെ എന്ന്. ദത്തൻ ഒന്നും മിണ്ടാതെ നടന്നുകളഞ്ഞു. കാലങ്ങൾ പലത് കഴിഞ്ഞു. ലീല കരംഭൻ എന്ന അസുരന്റെ പുത്രിയായി മഹിഷി മുഖത്തോടുകൂടി പൂജാതയായി. കരംഭന്റെ ജ്യേഷ്ഠന്റെ മകനാണ് മഹിഷാസുരൻ. മഹിഷാസുരൻ തപസ് ചെയ്ത് ബ്രഹ്മാവിൽ നിന്ന് ഭൂമിയിൽ ആരാലും ഞാൻ കൊല്ലപ്പെടരുത് എന്ന വരം നേടി. വരബലത്തിൽ അഹങ്കരിച്ച ദേവന്മാരെയും മനുഷ്യരെയും പല രീതിയിൽ അവൻ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. അവനെ വധിക്കുന്നതിനു വേണ്ടി ദേവന്മാർ ചണ്ഡികാദേവിയോട് അപേക്ഷിച്ചു. ദേവി പ്രത്യക്ഷപ്പെട്ട് അവനെ വധിച്ചു. എന്നാൽ തൻ്റെ സഹോദരന്റെ മരണത്തിന് കാരണക്കാർ ദേവന്മാരാണെന്നറിഞ്ഞ മഹിഷി കോപിഷ്ഠയായി. അവൾ ഉഗ്ര തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ഹരിയും ഹരനും ചേർന്നുണ്ടാകുന്ന പുത്രന് മാത്രമേ തന്നെ വധിക്കാൻ കഴിയാവൂ എന്ന വരമാണ് അവൾ ആവശ്യപ്പെട്ടത്. വരബലത്താൽ മഹിഷി ദേവന്മാരെ പലവിധത്തിൽ ഉപദ്രവിക്കുകയും ഇന്ദ്രപുരി കൈയടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. മഹിഷി പറഞ്ഞു, അല്ലയോ ദേവാധമന്മാരെ, നിങ്ങൾക്ക് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്നെ നേരിടുക. നിർഭയവും ബാലിശവുമായ വാക്കുകൾ പറഞ്ഞിളക്കി ചണ്ഡികാദേവിയെ കൊണ്ട് എൻ്റെ സഹോദരനായ മഹിഷാസുരനെ വധിച്ചില്ലേ? നിങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ എന്നോട് പോരിനൊരുങ്ങിക്കൊള്ളുക. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നന്ദനോദ്യാനത്തിൽ കടന്ന് മന്ദാരധ്രുവങ്ങളെ നശിപ്പിക്കുകയും ഉദ്യാനപാലകന്മാരെ പീഡിപ്പിക്കുകയും ചെയ്തു. ഇന്ദ്രാദി ദേവന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടുവെങ്കിലും ദേവഗുരു ബൃഹസ്പതി അവരെ തടഞ്ഞു. അവളുടെ വരബലത്തെയും അജയ്യമായ ശക്തിയെയും കുറിച്ച് ദേവന്മാരോട് പറഞ്ഞു, നിങ്ങൾ സത്യലോകത്തിലെത്തി പിതാമഹനെ കണ്ട് സങ്കടം ഉണർത്തിക്കണമെന്ന്. അദ്ദേഹം അതിന് നിവൃത്തിമാർഗം ഉണ്ടാക്കി തരുമെന്നും ദേവേന്ദ്രനെ ധരിപ്പിച്ചു. വിവരങ്ങൾ അറിഞ്ഞ ബ്രഹ്മാവ് കൈലാസത്തിലെത്തി. ശിവനെയും കൂട്ടി വിഷ്ണു ഭഗവാനെ കാണാനെത്തി. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ആഗതരായ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കുന്നു. മഹിഷി ദേവന്മാരെ നിസാരമാക്കി തള്ളിയിട്ട് ദേവലോകത്തിൽ ദേവിയായി വാഴുന്നു. മഹിഷിയുടെ മതത്തിന് കാരണം വരബലം ഒന്നു മാത്രമാണ്. മഹാവിഷ്ണു
ബ്രഹ്മശങ്കരന്മാരെ തന്നോട് ഒരുമിച്ച് ചേർത്ത് തഴുകുകയും തൽഫലമായി അവരിൽ ലയിച്ചിരുന്ന ദത്താംശങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു സുന്ദര മഹിഷം ആവിർഭവിക്കുകയും ചെയ്തു. ത്രിമൂർത്തികളുടെ ഐക്യത്തിൽ നിന്ന് ഉത്ഭവമായ ഈ മഹാശക്തിക്ക് ബ്രഹ്മാവ് സുന്ദരമഹിഷം എന്ന പേര് നൽകി. വിശ്വകർമാവിനാൽ അണിയിക്കപ്പെട്ട മാണിക്യ കിങ്ങിണി ക്വാണത്തോടുകൂടി പരിശോഭിക്കുന്ന സുന്ദരമഹിഷത്തെ തലോടിക്കൊണ്ട് മഹാവിഷ്ണു ഇപ്രകാരം അരുളി ചെയ്തു: നീ സ്വർഗലോകത്തിലെത്തി മഹിഷിയെ സ്വാധീനിച്ചുകൊണ്ട് അവളെയും കൊണ്ട് ഭൂലോകത്തിലേക്ക് പോകണം. ലോകവും നടുങ്ങുമാറ് മുക്രയിട്ട് കാമാർത്ഥനായി വരുന്ന മഹിഷത്തെ ദൂരെ നിന്ന് തന്നെ കണ്ട കാമമോഹിതയായ മഹിഷി വളരെ സന്തോഷിച്ചു. മഹിഷി സുന്ദരമഹിഷത്തെ സമീപിച്ച് അനുകൂലിയായി നിന്നു. അവർ കുറച്ചുനാൾ സ്വർഗത്തിൽ സഞ്ചരിച്ച ശേഷം സുന്ദരമഹിഷം അവളെ കാമമോഹിതയാക്കി ഭൂതലത്തിലേക്ക് കൊണ്ടുപോന്നു. കാനനങ്ങൾ തോറും സഞ്ചരിച്ച് അവർ പലവിധ സുഖാനുഭവങ്ങളും നേടി മതവിഹുലരായി കാലങ്ങൾ കഴിച്ചു. അനവധി സന്തതികളും ജനിച്ചു. ഇവരിൽ നിന്നുണ്ടായ സന്താന പരമ്പരകളാണത്രേ ഇന്ന് കാണപ്പെടുന്ന കാട്ടുപോത്തുക്കൾ. മഹിഷി സ്വർഗത്തിൽ നിന്നും പോന്ന ശേഷം ദേവേന്ദ്രൻ വീണ്ടും ദേവന്മാരോടൊത്തു വാണു. ഒരിക്കൽ ദുർവാസാവിന്റെ ശാപനിമിത്തം ദേവന്മാർക്ക് ജരാനരകൾ ബാധിച്ചു. അമൃത് ഭക്ഷിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് മോചനമുണ്ടാകൂ എന്നറിഞ്ഞ അവർ അസുരന്മാരെയും കൂട്ടി പാലാഴി കടയാൻ തുടങ്ങി. പാലാഴിയിൽ നിന്നും പല സാധനങ്ങളും പൊങ്ങിവന്നു. അത് അവർ പങ്കിട്ടെടുത്തു. അവസാനം അതാ കയ്യിൽ അമൃതമായി ദേവൻ പ്രത്യക്ഷനായി. ദൈത്യന്മാർ അമൃതകുംഭം തട്ടിയെടുത്തുകൊണ്ട് ഓടി. ദേവന്മാർ പരിഭ്രമിച്ചു. ഇത് ഭക്ഷിച്ചാൽ അസുരന്മാർ ചിരഞ്ജീവികളായി മാറും. ഇതിനിടയിൽ ആരെ ആദ്യം ഭക്ഷിക്കും എന്ന കാര്യത്തിൽ അസുരന്മാരുടെ ഇടയിൽ തർക്കമായി. ഈ സമയത്ത് വിഷ്ണു മോഹിനി രൂപം കൊണ്ട് അസുരന്മാരുടെ അടുത്തെത്തി. വശ്യമനോഹരിയായ മോഹിനിയെ കണ്ട് അസുരന്മാർ ചുറ്റും കൂടി. അപ്പോൾ മോഹം കലർന്ന ദൈത്യന്മാരെ വഞ്ചിച്ചുകൊണ്ട് വിഷ്ണുമായ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ കണ്ണടച്ചിരിക്കുവിൻ, ഞാൻ തന്നെ നിങ്ങൾക്ക് അമൃത് വിളമ്പിത്തരാം. അവസാനം കണ്ണു തുറക്കുന്ന ആൾ എൻ്റെ കാന്തനായിത്തീരും. ഈ തക്കം നോക്കി മോഹിനി അമൃതമായി ദേവലോകത്തെത്തി. ദേവന്മാർ തങ്ങളെ ചതിച്ചതാണെന്ന് അസുരന്മാർക്ക് മനസ്സിലായി. മോഹിനിയുടെ വശ്യമനോഹര രൂപം വർണ്ണിച്ചു കേട്ട ശിവഭഗവാന് ആ രൂപം കാണണമെന്ന് തോന്നി. ഇക്കാര്യം അദ്ദേഹം വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ വിഷ്ണു വീണ്ടും മോഹിനി രൂപം ധരിച്ചു. ഒതുങ്ങിയും പതുങ്ങിയും നിന്ന പരമശിവനും വിഷ്ണു മായയും സൃഷ്ടിച്ച സന്ദർഭം പൂവമ്പനെ വമ്പുകൂട്ടി. ലോകാനുഗ്രഹം ജഗത്തിന്റെ ശുഭോദയത്തിനായി ശൈവ വൈഷ്ണവ ശക്തികൾ ഏകോപിച്ച് സഗുണനായ ദേഹത്തോടുകൂടി ചിൽ സ്വരൂപമായ താരകബ്രഹ്മം അവതരിച്ചു. ദിക്കുകൾ തെളിഞ്ഞു. ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തു. അമ്പലതലത്തിൽ വാനവന്റെ സ്തുതിഗീതങ്ങൾ മുഴങ്ങി. മഞ്ജുള കളയബരനായ ഭൂതനാഥനെ വിഷ്ണുവും ബ്രഹ്മാവും മാറി മാറി ആശ്ലേഷിച്ചു. ലക്ഷ്മീദേവിയും പാർവതീദേവിയും കുമാരനെ കൈത്തരങ്ങളിൽ ഗ്രഹിച്ച് സ്തന്യാമൃതം നൽകി. സരസ്വതി ജിഹ്വാഗ്രഹത്തിൽ വിജയം ചെയ്തരുളി. ദേവന്മാരും മുനിമാരും ദേവദേവനായ താരക ബ്രഹ്മസ്വരൂപം കണ്ടു വന്നിച്ചു നിന്നു. ധനുമാസത്തിലെ ശനിയാഴ്ച ദിവസം ഉത്രം നക്ഷത്രത്തിൽ വൃശ്ചികം ലഗ്നത്തിലാണ് ധർമ്മശാസ്താവ് അവതരിച്ചത്. ശനിയാഴ്ച ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അനുഷ്ഠാനങ്ങൾക്ക് സ്വാമി ഭക്തർ കൂടുതൽ പ്രത്യേകത കൽപ്പിച്ചിട്ടുള്ളത് ഈ കാരണത്താലായിരിക്കും. സകല ഭൂതസഞ്ചയങ്ങൾക്കും ജീവനായി വർത്തിക്കുന്നതിനാൽ ഭൂതനാഥൻ എന്നും ധർമ്മവർജിതരുടെ ശാസിതാവാകയാൽ ധർമ്മശാസ്താവ് എന്നും പരമമായ തത്വങ്ങളെല്ലാം തന്നിൽ സൂക്ഷിച്ചിരിക്കിയാൽ പരായപുത്തനെന്നും ആര്യന്മാർക്ക് പിതാവെന്ന പോലെ പ്രശോഭിക്കിയാൽ ആര്യതാതനെന്നും പ്രധാനമായി 4 നാമങ്ങൾ അരുളി. ജനങ്ങൾ ഈ സ്വരൂപത്തെ അയ്യപ്പനെന്നും വിളിക്കുന്നു. വിഷ്ണുദേവൻ പറഞ്ഞു: സകല ദേവകൾക്കും അനുഗ്രഹം നൽകി ശ്രീ പരമശിവൻ സമേതം കൈലാസത്തിൽ നീ വസിച്ചാലും പിന്നീട് അനുഷ്ഠിക്കേണ്ട കർത്തവ്യങ്ങൾ എന്തെല്ലാമാണെന്ന് അദ്ദേഹം അരുളി ചെയ്തു. ഇങ്ങനെ പറഞ്ഞ ശേഷം മഹാവിഷ്ണു പറഞ്ഞു: ധർമ്മശാസ്താവ് ശിവഭഗവാനോടൊത്ത് കൈലാസത്തിലെത്തി. അദ്ദേഹത്തിൽ നിന്ന് തന്നെ സകല വിദ്യകളും ഗ്രഹിച്ച് സുഖമായി വാണു. മഹർഷി മതസംഹാർത്താവായിട്ടാണ് അദ്ദേഹം അവതരിച്ചിരിക്കുന്നതെങ്കിലും ധർമ്മ സംസ്ഥാപനമാണ് പ്രധാന കാര്യം. പാണ്ഡ്യരാജ്യമായിരുന്ന മധുര, രാമനാഥപുരം, തിരുനെൽവേലി ഇവ ഭരിച്ചിരുന്ന രാജവംശം വിജയനഗര രാജാവിൻ്റെ ദിവാൻ തിരുമലൈ നായ്ക്കരാൽ രാജഭ്രഷ്ടമാക്കപ്പെട്ടു. അവർ വള്ളിയൂർ, തെങ്കാശി, ചെങ്കോട്ട, അച്ചൻകോവിൽ, ശിവഗുരി എന്നിവിടങ്ങളിൽ താമസിച്ചു പോന്നു.
പാണ്ഡ്യരാജാക്കന്മാർ പണ്ട് തിരുവിതാംകൂറിൻ്റെ പല ഭാഗങ്ങളും ഭരിച്ചിരുന്നു. അന്ന് ഇവിടുത്തെ ഭരണഭാഷ തമിഴായിരുന്നു. ശിവഗിരിയിൽ താമസമാക്കിയ ചെമ്പഴങ്ങാട്ട് കോവിലകം രാജവംശം പണ്ട് പന്തള രാജ്യം ഭരിച്ചു വന്നു. ആ വംശമുറയിൽപ്പെട്ട രാജാവാണ് രാജശേഖര രാജാവ്. സമർത്ഥനും പ്രജാവത്സലനുമായ ഈ രാജാവ് വലിയൊരു ശിവഭക്തനായിരുന്നു. രാജ്ഞി വിഷ്ണുഭക്തിയുമായിരുന്നു. സന്താന ദുഃഖം അവരെ അലട്ടിയിരുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മോഹിനിയിൽ ശിവനുണ്ടായ പുത്രനെ, അതായത് അയ്യപ്പനെ, തൻ്റെ ഭക്തനായ പന്തള രാജാവിന് നൽകാൻ ഭഗവാൻ തീരുമാനിച്ചു. ശിവഭഗവാൻ ശാസ്താവിനെ അരികിൽ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു: ദേവപൂജിതനായ പ്രിയകുമാര, നീ അവതരിച്ചിരിക്കുന്നത് മഹിഷിയുടെ മതം നശിപ്പിച്ച് ദേവകൾക്ക് ക്ഷേമം പുലർത്തുന്നതിനാണല്ലോ. ദക്ഷിണ കേരളത്തിലുള്ള പമ്പാ നദിയുടെ തീരത്ത് കാണുന്ന കാനനഭൂമിയിൽ ഒരു മനുഷ്യ ശിശുവിൻ്റെ രൂപം ധരിച്ച് മന്ദം മന്ദം കരഞ്ഞു കിടക്കണം. എൻ്റെ ഭക്തജനങ്ങളിൽ ഒരുവനായ പാണ്ഡ്യവംശജനും നീതിമാനുമായ പന്തള രാജാവ് മൃഗയാ വിനോദാർത്ഥം അവിടെ വരാൻ ഇടയാകും. രാജാവിൻ്റെ ദാസനായി നീ 12 കൊല്ലം കഴിയുക. അവിടെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ മഹിഷിയെ വധിക്കാനുള്ള ശക്തി നിനക്കുണ്ടാകും. ദേവകാര്യാർത്ഥമായി പ്രവർത്തിക്കുന്നതിനുള്ള അവസരം വന്നു ചേരുകയും ചെയ്യും. മണികണ്ഠൻ എന്ന നാമം അന്വർത്ഥമാകുന്നതിന് ഖണ്ഡത്തിൽ ഒരു മണിയും ധരിച്ചുകൊള്ളുക. നിനക്ക് മംഗളം ഭവിക്കട്ടെ. മണികണ്ഠൻ ഭക്തിപുരസരം ശിവപാദങ്ങൾ വന്നിച്ച് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി അന്തർധാനം ചെയ്തു. അക്കാലത്തൊരിക്കൽ പന്തള രാജാവ് പരിവാരസമേതം നായാട്ടിന് പമ്പാതീര വനാന്തരങ്ങളിൽ വ്യാപരിക്കുകയായിരുന്നു. അവർക്ക് അല്പം വിശ്രമിക്കുന്നതിനായി പമ്പാതീരത്തെത്തിയപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ എവിടെ നിന്നോ കേട്ടു. ഇത് എവിടെ നിന്നാണ് എന്ന് അന്വേഷിച്ച അവർ പമ്പാ നദിക്കരയിൽ ഒരു ഉണ്ണിയെ കണ്ടെത്തി. എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന രാജാവിന് മുൻപിൽ ഒരു സന്യാസി വന്നു നിന്നു. അദ്ദേഹം പറഞ്ഞു: രാജാവേ, ഈ കുഞ്ഞിനെ നീ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. ഇവൻ അങ്ങയുടെ എല്ലാ സുഖദുഃഖങ്ങൾക്കും നിദാനമാണ്. ഇവൻ ക്ഷത്രിയകുലത്തിൽ ജനിച്ചവനാണ്. കഴുത്തിൽ മണിമാല കിടക്കുന്നത് കണ്ടില്ലേ? അതിനാൽ ഇവന് മണികണ്ഠൻ എന്ന് പേരിടുക. 12 വയസ്സ് തികയുമ്പോൾ ഇവൻ ആരാണെന്ന് മനസ്സിലാകും. മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സന്യാസി പറഞ്ഞു. രാജധാനിയിലെത്തിയ രാജാവ് സന്തോഷത്തോടു കൂടി കുഞ്ഞിനെ രാജ്ഞിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു: മക്കളില്ലാത്ത നമുക്ക് ദൈവം കനിഞ്ഞു നൽകിയ വരദാനമാണ് ഇവൻ എന്ന്. അങ്ങനെ ഹരിഹരപുത്രനായി പിറന്ന കുമാരൻ മണികണ്ഠൻ എന്ന പേരിൽ പന്തളത്ത് വളർന്നു. ഇക്കാലഘട്ടത്തിൽ മഹിഷിയെ കൊണ്ടുള്ള ഉപദ്രവം വീണ്ടും ദേവലോകത്തുണ്ടായിക്കൊണ്ടിരുന്നു. കാരണം മറ്റസുരന്മാർ മഹിഷിയെ ഇതിനു വേണ്ടി പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. രാജാവ് യഥാസമയം മണികണ്ഠനെ ഗുരുകുല വിദ്യാഭ്യാസത്തിനയച്ചു. 4 വേദങ്ങളും ഉപനിഷത്തുക്കളും ശാസ്ത്രങ്ങളും പഠിച്ച് ധനുർവിദ്യയിലും അപാര പാണ്ഡിത്യം നേടി. ഈ സമയം കൊട്ടാരത്തിൽ ഒരു ഉണ്ണി പിറന്നു. രാജാവിനും രാജ്ഞിക്കും വളരെ സന്തോഷമായി. ഗുരുകുലത്തിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് മടങ്ങേണ്ട സമയമായി. ഗുരുദക്ഷിണ കൊടുക്കാനെത്തിയ മണികണ്ഠനെ ഗുരു അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു: പ്രിയദർശന, ഭഗവാൻ ദിവ്യനാണെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അങ്ങയെ വിദ്യ അഭ്യസിപ്പിക്കാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യമാണ്. എനിക്ക് അങ്ങയോട് ഒന്നേ വരദക്ഷിണയായി ആവശ്യപ്പെടാനുള്ളൂ. എൻ്റെ ഏക മകൻ അന്ധനും മൂകനുമാണ്. അവൻ്റെ ആ വൈകല്യങ്ങൾ മാറ്റിയാൽ ഞാൻ ധന്യനായി. മണികണ്ഠൻ ഗുരുപുത്രനെ അരികിൽ വെച്ച് തൃക്കരങ്ങൾ കൊണ്ട് തലോടി. ഉടനെ അവൻ്റെ മൂകാന്തതകൾ മറഞ്ഞു. എന്നാൽ ഈ സംഭവം ആരോടും പറയരുതെന്നും ഒരു കാലത്ത് തൻ്റെ മഹാത്മ്യങ്ങളെപ്പറ്റി അറിയാൻ ഇടവരുമെന്നും അന്ന് അവിടത്തേക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് പുറത്തു പറയാമെന്നും മണികണ്ഠൻ ഗുരുവിനോട് അറിയിച്ചു. ഗുരുപുത്രൻ മണികണ്ഠൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചു. ഗുരു മണികണ്ഠൻ്റെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ചു. ശേഷം മണികണ്ഠൻ കൊട്ടാരത്തിലെത്തി ഒരു സാധാരണ ബാലനെ പോലെ ജീവിച്ചു വന്നു. എല്ലാവർക്കും മണികണ്ഠനോട് വലിയ താല്പര്യമായിരുന്നു. രാജാവിന് സ്നേഹം കൂടിക്കൂടി വന്നു. ഇക്കാലഘട്ടത്തിൽ മണികണ്ഠന് 12 വയസ്സായി. ഒരിക്കൽ കടൽ കൊള്ളക്കാരനായ വാവർ കടൽ കടന്ന് പന്തളം രാജ്യാതിർത്തിയിൽ എത്തിയിട്ടുണ്ട് എന്ന് രാജാവിന് വിവരം ലഭിച്ചു. ഇതറിഞ്ഞ മണികണ്ഠൻ സ്ഥലത്തെത്തുകയും വാവരോട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വാവർ അനുസരിച്ചില്ല. യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട വാവർ മണികണ്ഠൻ്റെ സാമർഥ്യം കണ്ട് അത്ഭുതപ്പെട്ടു. സന്ധി ചെയ്ത വാവർ മണികണ്ഠൻ്റെ മിത്രമായി തീർന്നു. മണികണ്ഠൻ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും കളരികൾ സ്ഥാപിച്ചു. സൈന്യത്തെ പല യുദ്ധമുറകളും പഠിപ്പിച്ചു. പലതും സ്വയം പഠിക്കുകയും ചെയ്തു. മണികണ്ഠന് യുവരാജാവായി അഭിഷേകം ചെയ്യാൻ പന്തളത്ത് മന്നൻ തീരുമാനിക്കുകയും
അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയും ചെയ്തു. സ്വാമി ശരണം. ബാക്കി രണ്ടാം ഭാഗത്തിൽ പറയുന്നതായിരിക്കും. ധാരാളം പേർ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിലും അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കല്ലേ.